മരട് നഗരസഭ 1-ാം ഡിവിഷനിൽ വെളിച്ചമെത്തി. 2 ദിവസമായി വൈദ്യുതി തകരാറ് മൂലം ജനം നട്ടം തിരികെയായിരുന്നു. പരീക്ഷാകാലമായിരുന്നതിനാൽ വിദ്യാർത്ഥികളും പ്രായമായവരും കുട്ടികളും അത്യുഷ്ണത്തിൽ രാത്രിയിൽ വലയുകയായിരുന്നു. മരട് നഗരസഭ 1-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ശാലിനി അനിൽരാജിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം കൂടുതൽ ലോഡ് താങ്ങാവുന്ന ട്രാൻസ്ഫോമറാണ് പ്രവർത്തന സജ്ജമാക്കിയത്. 3-ാം ദിവസമായ ഇന്നും വൈദ്യുതി എത്തിയില്ലെങ്കിൽ KSEBക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് വാർത്താക്കുറിപ്പ് കൗൺസിൽ ഇറക്കിയിരുന്നു. 1-ാം ഡിവിഷനിൽ 2 ദിവസമായി വൈദ്യുതി നിലച്ച വിവരം കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരട് നഗരസഭയിലെ 1-ാം ഡിവിഷൻ കൗൺസിലറാണ് ഞാൻ. എൻ്റെ ഡിവിഷൻ പരിധിയിൽ കഴിഞ്ഞ 1-2 ദിവസമായി വൈദ്യുതി ഒട്ടും തന്നെ കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിരുന്നു. കാരണം ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റാണ് ഈ വൈദ്യുതി നമുക്ക് കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഈ സാഹചര്യം കൊണ്ട് ഒട്ടനവധി നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് ഒന്നും ഉറങ്ങുവാൻ കൂടി സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി. പൊള്ളുന്ന ചൂടാണ്. ഈ ചൂടുള്ള അവസ്ഥയിൽ രോഗികളായും കുട്ടികളായും കുഞ്ഞുങ്ങളായും ഗർഭിണികളായുള്ള ആളുകൾക്കൊക്കെ നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഈ ജനങ്ങൾ പ്രകോപനം കൊണ്ടു കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടും നിരന്തരമായി ഈ സാഹചര്യം ഒഴിവാക്കാനായിട്ട് നിരന്തരമായി ആയിട്ട് ബന്ധപ്പെടുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിറ്റേ ദിവസം തന്നെ 250 ലോഡ് വലിക്കുന്ന ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന് വെക്കുകയും ജനങ്ങളെ ഈ ഒരു ദുരിതാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനും സാധിച്ചു. ഇതിനുവേണ്ടി KSEBയോടും നമ്മുടെ ഒപ്പം നിന്ന ജനങ്ങളോടും ഏറ്റവും കൂടുതൽ നന്ദി പറയുകയാണ്.